ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അടിപൊളി രണ്ട് സെറ്റപ്പാണ്. അതായത് നമ്മൾ എന്താ പറയുക, നമ്മളെ ഫേസ്ബുക്ക് അല്ല, വാട്സപ്പിൽ നമ്മളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ പിക്ക് നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? പക്ഷേ ആ പ്രൊഫൈൽ പിക്ക് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ അത്. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ആരെങ്കിലും ബ്ലോക്കാക്കി, നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മളെ ബ്ലോക്കാക്കി. പിന്നെ അവർ പ്രൊഫൈൽ കാണണമെങ്കിൽ, അവരുടെ പുതിയ പോസ്റ്റ് കാണണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ആരുടെയെങ്കിലും വേറെ പ്രൊഫൈലിൽ കയറിയിട്ട് വേണം നോക്കാൻ, സെർച്ച് ചെയ്തിട്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അവരിടുന്ന എല്ലാ പോസ്റ്റുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. ഇത് രണ്ടുമാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നോക്കുക? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ആദ്യം തന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തായിട്ട് പ്രൊഫൈൽ എങ്ങനെ കാണാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വാട്സപ്പിന് അതിന് ഒരു ടൂൾസിൽ ഇതാണ് ആ സൈറ്റ്. ടൂൾസിൽ എന്ന് പറഞ്ഞാൽ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് ഇവിടെ നമ്പർ കൊടുക്കണം. ആരാണോ ബ്ലോക്കാക്കി അവരുടെ നമ്പർ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈലിലേക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനൊരാളുടെ നമ്പർ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവൻ്റെ നമ്പർ നമുക്ക് നോക്കി വെക്കാം. ഇവൻ്റെ നമ്പർ നമുക്ക് ജസ്റ്റ് ഇവൻ ബ്ലോക്ക് ചെയ്ത വ്യക്തിയാണെന്ന് വിചാരിക്കാൻ നമുക്ക്. എന്നിട്ട് അവൻ്റെ പ്രൊഫൈൽ പിക്ക് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കൊടുത്ത് പേസ്റ്റ് ചെയ്യണം. ഇതിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ +1 ഇല്ലെങ്കിൽ ഇന്ത്യ ആക്കി കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് താഴേക്ക് വന്നിട്ട് പരസ്യങ്ങളുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ഈ ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ മാത്രം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അവൻ്റെ പ്രൊഫൈൽ പിക്ക് നമുക്ക് കാണാൻ പറ്റും. വെയിറ്റ് എ മൊമെൻ്റ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടോ? വെയിറ്റ് എ മൊമെൻറ്റ്. അത് കഴിഞ്ഞാൽ നമുക്ക് അവന് നമ്പർ എന്താ പറയുക, അവന് DP വെച്ചിട്ടില്ല എന്നാണ് ഇത് കാണിച്ചത്. നിങ്ങൾ DP വെച്ച ഒരാളാണെങ്കിൽ അവരുടെ ഫോട്ടോ എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് വാട്സപ്പിൻ്റെ ട്രിക്ക്. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ട്രിക്ക് നോക്കാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരാൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എങ്ങനെ കാണാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ടെലഗ്രാമാണ് എടുക്കേണ്ടത്. ടെലഗ്രാമിൽ നമ്മൾ മാക്സിമം ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ട് ഉണ്ട്. അത് ജസ്റ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ട് വരും. ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ജോയിൻ ദ ചാനൽ എന്നുണ്ടാവും. ആ ജോയിൻ ദ ചാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനലിൽ ജോയിൻ ചെയ്യാം. ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആരുടെ DP ആണോ കാണേണ്ടത് അവരുടെ പ്രൊഫൈലിൻ്റെ ലിങ്ക് നമ്മളിവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് എടുത്ത് വിട്ടതാട്ടോ. പിന്നെ അവർ ഇട്ട പോസ്റ്റുകളും എല്ലാം നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് അതാണ് ഈ ഒരു
ബോട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റേ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ട്രിക്ക്. ഇപ്പോൾ 2 ട്രിക്ക് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.